വേണ്ട, ഞങ്ങള് കൊടുത്തോളാം. സച്ചേട്ടാ, മോളെ വാങ്ങിക്ക. നീ എവിടേക്കാ? അവിടെ ഇരിക്കടാ. അതിങ്ങതാ, ഞങ്ങൾ കൊടുത്തോളാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കാൻ എനിക്കറിയാം. അതൊന്നും പറ്റൂല. കുറുക്കിങ്ങാടി ഇത് തരാൻ. വിട്ടു. തമ്പാനെ സൂക്ഷിക്കണ്ടേ? ഇനി സൂക്ഷിച്ചോളാം. നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാതെ ഇറങ്ങി പോണം. അനൂപേട്ടനായിട്ടുള്ള കേസ് നിങ്ങൾ കോടതിയിൽ നേരിടണം. അല്ലാതെ ഇവിടെ കയറി വന്ന് ഞങ്ങളെ ഉപദ്രവിക്കല്ല വേണ്ടത്. മര്യാദയ്ക്ക് നിങ്ങൾ ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ വഴി നോക്കേണ്ടി വരും. നീ എന്ത് വഴിയാടാ നോക്കുന്നത്? എന്നോട് പറഞ്ഞ വാക്ക് പാലിക്കാത്തവനാ നീ. നിന്നെ ഇതിനകത്തോട്ട് കൊന്ന് തള്ളുക വേണ്ടത്. എന്നോടൊന്നും പറഞ്ഞാ മനസ്സിലാവില്ലടാ. അനുസരണക്കേട് കാണിച്ചാ നിന്നെയും കൊല്ലി ഞാൻ. നിന്റെ ഗുണ്ടായിസൊന്നും ഇനി ഇവിടെ വേണ്ട. ഇനി ഇവരാരെയും തൊട്ടുപോരുത്. താൻ ആരാടോ? ഒരു വലിയ ഗുണ്ട വന്നിരിക്കുന്നു. ഇത്രയും വിവരക്കേട് കാണിക്കാൻ തന്നെ പോലൊരു ഗുണ്ടയുടെ ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും ഭ്രാന്ത് പിടിച്ച ഒരുത്തെ മതി. തനിക്ക് മര്യാദ ഉണ്ടോടോ? ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചാണോ താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എന്തിന്റെ പേരിലാ ഒരു തെറ്റും ചെയ്യാത്ത ഇവിടെയുള്ള എല്ലാവരെയും ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? പെങ്ങള് മരിച്ചത് ആക്സിഡന്റിലാണെന്ന് 100 വട്ടം ഞാൻ തന്നോട് പറഞ്ഞില്ലേ? എന്നിട്ടും അത് വിശ്വസിക്കാതെ സമാധാനമായിട്ട് ജീവിക്കുന്ന ഞങ്ങളുടെ കുടുംബം തകർക്കുന്ന എന്തിനാ? ഗർഭിണിയായ സഹോദരി മരിച്ചതിന്റെ വിഷമം താൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ. ആ ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടിയാ താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണല്ലോ അല്പം മുമ്പ് പറഞ്ഞത്. തനിക്ക് നാണമുണ്ടോടോ? തന്റെ പെങ്ങളോട് തനിക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ടും തന്റെ മനസ്സിൽ ഒരു അനക്കം ഉണ്ടാവുന്നില്ലെങ്കിൽ പിന്നെ താനൊരു മനുഷ്യനാണോടോ? വെറും മൃഗം. തന്റെ മരിച്ചുപോയ സഹോദരിയോട് തനിക്ക് ഒരു സ്നേഹവുമില്ല. ഉണ്ടെന്താ വെറുതെ പറയുന്നതാ. താനൊരു കാര്യം ചെയ്യ്. ആദ്യം ഈ വീടിന് മുഴുവൻ തീയിട്. എന്നിട്ട് ഞങ്ങളെയും ആ കുഞ്ഞുങ്ങളെയും എല്ലാവരെയും കൂടി ആ തീയിലിട്ട് ചുട്ടു തിന്ന്. അങ്ങനെയെങ്കിലും തന്റെ പ്രതികാരം തീരട്ടെ. ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളുടെ ശാപം ഏറ്റിട്ട് താൻ നരകിക്കും. എന്റെ കുഞ്ഞിനെ താടോ.